ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നിന്റെ മയ്യത്ത് കട്ടിലിന്റെ കാല് പിടിക്കാൻ വീട്ടിലാളെ ഏർപ്പാടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന്റെ അന്ന് വൈകുന്നേരം 3-ാം മൈലിനകത്ത് മുസ്ലിം ലീഗിന്റെ തമ്മാടിപ്പട അഴിഞ്ഞാടുന്ന കാഴ്ച കണ്ടത്. പാർട്ടി മെമ്പറായ സഖാവ് പ്രദീപന്റെ വീട്ടിലേക്ക് അവന്റെ കൊച്ചുകുട്ടികൾ കളിക്കുമ്പോ പടക്കം വലിച്ചെറിഞ്ഞു. അവിടുത്തെ സഖാക്കൾ സംഘടിച്ചെത്തി 3-ാം മൈലില് വിജയാഹ്ലാദത്തിന് ഒരുങ്ങി നിന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ചെറുകിട ആളുകളെ എന്നല്ല, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൈ തല്ലി ഓടിച്ചിട്ടാണ് പ്രിയ സഖാക്കൾ ജയിലിൽ പോയിട്ടുള്ളത്. ഒരു സഖാക്കളും പിന്തിരിഞ്ഞോടിയിട്ടില്ല. മുഴുവൻ സഖാക്കളും അവിടെ നിന്ന് ഈ മുസ്ലിം ലീഗിന്റെ തമ്മാടിപ്പടയുടെ നെഞ്ചൂക്കിന് അഹങ്കാരത്തിന് മറുപടി കൊടുത്തിട്ടാണ് പ്രിയപ്പെട്ട സഖാക്കൾ ജയിലിൽ പോയിട്ടുള്ളത്. ഇവിടെ പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞല്ലോ, ഞങ്ങളുടെ 4 സഖാക്കൾ അവിടെ ജയിലിൽ കിടന്നു, ലീഗിന്റെ ആളുകൾ ജയിലിൽ കിടന്നല്ലോ. എന്താ അവരുടെ അവസ്ഥ? അവിടെ ജയിലിൽ കിടന്ന് 4 നേരം കരയുകയായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. ലീഗിന്റെ നേതാക്കളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആർത്തി തിരിച്ച് പറയാ, ഇവിടുന്ന് കാണാൻ വേണ്ടി ചെന്നല്ലോ UDF-ന്റെ നേതാക്കന്മാര്, ഇനി ഇങ്ങോട്ട് നിങ്ങൾ വരേണ്ടതില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് മുസ്ലിം ലീഗിന്റെയും UDF-ന്റെ നേതാക്കന്മാരോട് ജയിൽവാസം അനുഷ്ഠിച്ച അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ലേ? ഇതിവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം. ഭരണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇവിടെ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപീകൃതമായ നാള് മുതൽ ഇന്ന് വരെ കേവലം 10 വർഷക്കാലമാണ് CPM ഭരണത്തിലിരുന്നിട്ടുള്ളൂ. ബാക്കി കാലം അത്രയും ഞങ്ങൾ ഭരണത്തിന് പുറത്തായിരുന്നു. എന്നിട്ട് എന്താ ഇവിടെ ഈ പാർട്ടിയെ ഒലിച്ചുപോയോ? ഒലിച്ചുപോയില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിനകത്തും 14 സീറ്റുമായിട്ട് CPM മുനിസിപ്പാലിറ്റിയിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഞങ്ങളുടെ ഭരണം ഞങ്ങൾ എന്തെങ്കിലും അട്ടിപ്പേർ അവകാശം ചോദിച്ചുകൊണ്ട് ലീഗിന്റെ പ്രമാണിമാർ, കോൺഗ്രസിന്റെ പ്രമാണിമാർ രാവിലെ ഈ ഭിക്ഷച്ചട്ടി എടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ വാതിക്ക നിൽക്കുന്ന പോലെ ഏതെങ്കിലും ഒരു CPM-ന്റെ പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ മുനിസിപ്പാലിറ്റിയുടെ പടിവാതിക്ക നിന്നിട്ടുണ്ടോ? നിന്നിട്ടില്ലല്ലോ. ഇനി ഭരണമില്ലാത്ത സമയത്ത്, ഭരണമുള്ള സമയത്ത് എടുത്തു നോക്ക്. ഗാന്ധി ജംഗ്ഷനിൽ വെച്ച് ഒരു 2 മാസം മുമ്പല്ലേ ഈ ലീഗിന്റെ നേതാക്കന്മാരെ പട്ടിയെ അടിക്കുന്നത് പോലെ ഈ ബത്തേരിയിലെ CPM-ന്റെ പ്രവർത്തകർ അടിച്ചോടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല. വീണ്ടും ചൊറിയാൻ വന്നിരിക്കാം 3-ാം മൈലില്. ഇതിവിടെ അവസാനിപ്പിച്ചോണം. ഇനി എങ്ങാനും ഇത് തുടർന്ന ഇവിടെ ഈ ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തമ്മാടിയുണ്ട്, ഷബീർ അഹമ്മദ്. നീ കുറിച്ചു വെച്ചോ, ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നിന്റെ മയ്യത്ത് കട്ടിലിന്റെ കാല് പിടിക്കാൻ വീട്ടിലാളെ ഏർപ്പാടാക്കിയിട്ട് ബത്തേരിയങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ മതി. അത് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ചാൽ നല്ലത്. അതല്ലെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നലെ ജയിലിൽ നിന്നിറങ്ങി. അവർ വെറുതെ ഇരുന്നില്ല. ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളുണ്ട്. പാമ്പറമൂലയിലെയും കോളിമൂലയിലെയും ഉന്നതിയിലെ സഖാക്കൾ. ആ സഖാക്കളെ സന്ദർശിക്കാനാണ് പ്രിയപ്പെട്ട സഖാക്കൾ, ജയിൽവാസം അനുഷ്ഠിച്ച സഖാക്കൾ തയ്യാറെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ 1 ഇഞ്ച് പുറകോട്ടല്ല, ഞങ്ങൾ മുന്നോട്ടേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ചാൽ മുസ്ലിം ലീഗിന് നല്ലത്. നേരെ മറിച്ച് തുടരുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മയ്യത്ത് ഈ സുൽത്താൻ ബത്തേരിയിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ശക്തമായ പ്രതിരോധം ഇവിടെ പാർട്ടി ഒരുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാപ്രതിരോധത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച് മടങ്ങിയെത്തിയ ധീരരായ പോരാളികളെ CPM-ന്റെ സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.